ക്രിസ്മസ് എക്സാമിന് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ വർഷവും ചോദിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ എയ്ഡ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എയ്ഡ്സ് കാരണമാകുന്ന പാത്തജൻ രോഗകാരി ആരാ? വൈറസ്. നമുക്കറിയാലോ ആ വൈറസിന് ഒരു പേരുണ്ട്. എന്താ പേര്? HIV വൈറസ്. എന്താണ് പേര്? HIV വൈറസ്. അപ്പോൾ എയ്ഡ്സിന് കാരണമാകുന്ന പാത്തജന്റെ പേര് HIV വൈറസ്. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. അത് നമ്മൾ പഠിച്ചു. ഒരു 2 വട്ടം പറഞ്ഞാൽ മതി. HIV കിട്ടിയാലോ? ഓക്കെ. ഇനി രണ്ടാമത് പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത് പഠിക്കേണ്ടത് എയ്ഡ്സ് എങ്ങനെ പകരും. എയ്ഡ്സ് എങ്ങനെ പകരും? 4 മെത്തേഡ് ത്രൂ ആണ് എയ്ഡ്സ് പകരം. അപ്പോൾ 4 നമ്മൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് 2 എഴുതി കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ 4 പഠിക്കുക. നമ്മൾ ടോപ്പാണല്ലോ. ഓക്കെ. അപ്പോൾ ഇതാ പിടിച്ചോളൂ. ഓക്കെ. 4 മെത്തേഡുകൾ ഏതൊക്കെയാണ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണ്. ഒന്നാമത്തെ മെത്തേഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട്. കൊള്ളാം കളി. ഓക്കെ. അപ്പോൾ സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകരും. ഫോർ എക്സാമ്പിൾ, എനിക്ക് എയ്ഡ്സ് ഉണ്ടായി, ഞാൻ എൻ്റെ പെണ്ണുങ്ങളും സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ പെണ്ണുങ്ങൾക്കും എന്ത് ചെയ്യും? എയ്ഡ്സ് പകരും. നോർമൽ. പക്ഷേ എനിക്ക് പെണ്ണുങ്ങളില്ല, ഞാൻ പാവം സാധു നല്ലൊരു മനുഷ്യൻ. ഇനി രണ്ടാമത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീച്ചേഴ്സ്. HIV ബാധിതയായ ഒരു അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. ഇപ്പോൾ ഒരു പെണ്ണിന് എന്തുണ്ട്? HIV ഉണ്ട്. ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയി, സ്വാഭാവികമായിട്ടും അതിൻ്റെ കുട്ടിക്കും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? എയ്ഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, ബൈ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. HIV ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ, ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കുറേ സൂചിയും സിറിഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് എയ്ഡ്സുമായി വന്നിട്ട് ആ പേഷ്യൻറ്റിൻ്റെ സൂചിയും സിറിഞ്ചും വേറൊരു പേഷ്യൻറ്റിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവർക്ക് എന്തുണ്ടാവാം? എയ്ഡ്സ് ഉണ്ടാവാം. അങ്ങനെ. ഇനി നാലാമത്തെ മെത്തേഡ് ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV അടങ്ങിയ രക്തവും അവയവവും സ്വീകരിക്കുന്നതിലൂടെ. ഒരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി പെട്ടെന്ന് അയാളെ ആശുപത്രിയിലാക്കിയിട്ട് ആൾക്ക് ബ്ലഡ് വേണം. അപ്പോൾ ഒരാൾ സഹായിക്കാൻ വരണേ. ആരാ സഹായിക്കാൻ വരുന്നത്? HIV ബാധിച്ച ഒരാൾ. അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ബ്ലഡ് എടുത്ത് മറ്റയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബ്ലഡിലൂടെ കണ്ടാമിനേറ്റഡ് HIV കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള ആ ബ്ലഡ് സ്വീകരിക്കുന്നതിലൂടെ അയാൾക്കും എന്തുണ്ടാവാം? എയ്ഡ്സ് ഉണ്ടാവാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 4 മെത്തേഡ് ഓർത്തു വെക്കുക. സെക്ഷൽ കോണ്ടാക്ട് ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീച്ചേഴ്സ്, ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ആൻഡ് റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. ഈ ഒരു 4 മെത്തേഡ് ത്രൂ ആണ് എയ്ഡ്സ് പകരുന്നത്. എന്നാൽ ഇനി പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാജു, രാധ, രാമു ഏതെങ്കിലുമൊക്കെ ഒരു പേര് തരും. എന്നിട്ട് അയാൾക്ക് എയ്ഡ്സ് ഉണ്ട്. എന്നിട്ട് അയാളുടെ സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തുന്നു. ശരിയോ തെറ്റോ? തെറ്റ്. പൊട്ടത്തെറ്റ്. ലോക നമ്പർ 1 തെറ്റ്. കാരണം എന്താ? അയാൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അയാൾ ഒറ്റപ്പെടുന്നത് എന്താണ്? ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ എയ്ഡ്സ് നമ്മളെ സുഹൃത്തിന് എയ്ഡ്സ് ഉണ്ടായി. ഇപ്പോൾ ഫാസിൽ സാറിന് എയ്ഡ്സ് ഉണ്ടായെന്ന് വിചാരിക്കുക. ചുമ്മാ വിചാരിച്ചോളൂ. ഫാസിൽ സാറിന് എയ്ഡ്സ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫാസിൽ സാർ ഒറ്റപ്പെടുത്താണ്. ശരിയോ തെറ്റോ? തെറ്റ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫാസിൽ സാറോട് ജസ്റ്റ് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ഫാസിൽ സാർക്ക് ഷെയ്ക്കാൻ്റെ എടുത്തു, അല്ലെങ്കിൽ ഫാസിൽ സാർ ജസ്റ്റ് ഒന്ന് കഫ് ചെയ്തു, സ്നീസ് ചെയ്തു, ചുമച്ചു, അല്ലെങ്കിൽ തുമ്മി എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരില്ല. എന്തിനേറെ പറയുന്നു സുഹൃത്തുക്കളെ, ഫാസിൽ സാറൊപ്പം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചു, ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് താമസിച്ചു, എയ്ഡ്സ് പകരൂല. ഷെയറിങ് ഫുഡ്, നിങ്ങൾക്ക് ഞാൻ ഫുഡ് ഷെയർ ചെയ്തു, എയ്ഡ്സ് പകരൂല. എന്തിനേറെ പറയുന്നു, നമ്മൾ ഒരേ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും എയ്ഡ്സ് പകരൂല. സെയിം പോണ്ട്, ഒരേ കുളത്തിൽ നിന്നാണ് കുളിക്കുന്നത്, ഒരേ സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് കുളിക്കുന്നത്, ഒരേ ബാത്റൂമിൽ നിന്നാണ് നമ്മൾ കുടിക്കുന്നത്, എന്നാലും നമ്മൾക്ക് എയ്ഡ്സ് പകരൂല. അപ്പോൾ ശരിക്കും ആളെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അയാളായിട്ട് നിങ്ങൾ അയാളൊപ്പം ജീവിച്ചു എന്ന് കരുതിയിട്ടോ, അയാളൊപ്പം നടന്നു എന്ന് കരുതിയിട്ടോ, അയാളൊപ്പം ഫുഡ് ഷെയർ ചെയ്തു എന്ന് കരുതിയിട്ടോ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരൂല. സോ അതുകൊണ്ട് അയാളെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഒരു 2 വരിയിൽ ഒരു ചെറിയൊരു വിവരണം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ മാത്രമല്ല, ത്രൂ ഇൻസെക്ട് ലൈക്ക് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര, ഈച്ച, പ്രാണി, കൊതുക്, പാറ്റ തുടങ്ങിയ ഒരു ജന്തുവിലൂടെയും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരില്ല. എയ്ഡ്സ് പകരുന്നത് ഈ ഒരു 4 മെത്തേഡ് ത്രൂ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ 4 മെത്തേഡും പിന്നെ എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല, ഡസ് നോട്ട് സ്പ്രെഡ്, ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സാർ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ലവ് യു ആൾ.